കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ ചാനലിൽ കൂടെ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. വയറ്റിൽ നിന്ന് പോകുന്ന ടെസ്റ്റ് ചെയ്യുവാൻ നമ്മുടെ നാട്ടിൽ നിറയെ ലാബുകൾ ഉള്ളപ്പോൾ വയറ്റിലേക്ക് പോകുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളോ മരുന്നുകളോ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്കോ എനിക്കോ സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ചെയ്തൊരു വീഡിയോ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അത് കണ്ടതും ഷെയർ ചെയ്യപ്പെട്ടതും. അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ വാർത്തയല്ല, അല്ലെങ്കിൽ അതിൽ ഇടപെടേണ്ട ആവശ്യമേ ഇല്ല. കാരണം അവരുടെ പ്രശ്നങ്ങൾ ബിഗ് ബോസിൽ നിന്ന് ആര് ഔട്ടാകുന്നു, ആരൊക്കെ തുണിയഴിച്ചാടുന്നു, ആരുടെയൊക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കേൾക്കണം, ഇതൊക്കെയാണ്. പക്ഷേ സ്വന്തം വയറ്റിലേക്ക് പോകുന്ന മാരക വിഷങ്ങൾ, കൊടിയ വിഷങ്ങൾ, സ്ലോ പോയിസൺ ആണെന്നറിയാത്ത പാവം മനുഷ്യരാണ് നിങ്ങളും ഞാനുമൊക്കെ. ഇന്നത്തെ ഒരു പ്രമുഖ പത്രത്തിന്റെ വാർത്ത ഞാനൊന്ന് വായിക്കാം. ഭക്ഷ്യവസ്തുക്കളിൽ നിരോധിച്ച നിറം കീടനാശിനി. തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഭക്ഷ്യവസ്തുക്കളിൽ നിരോധിച്ച നിറങ്ങളും കീടനാശിനികളും വ്യാപകം. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് 2024 ഏപ്രിൽ മുതൽ 2025 മാർച്ച് വരെ ശേഖരിച്ച സാമ്പിളുകളിൽ മാരകമായ അളവിൽ രാസവസ്തുക്കൾ കണ്ടെത്തിയാൽ കൃത്രിമ ഭക്ഷ്യനിറങ്ങൾ, കീടനാശിനികൾ, പ്രിസർവേറ്റീവുകൾ, മാലിന്യങ്ങൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. അനുവദനീയമായതിന്റെ 3500% കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയ ഭക്ഷ്യവസ്തുക്കളുണ്ടെന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. 650-ലേറെ സാമ്പിളുകളാണ് ആകെ പരിശോധിച്ചത്. പനം ചക്കര, കരിമ്പ് ശർക്കര എന്നിവയിൽ നേരിയ സാന്നിധ്യം പോലും ഭക്ഷണത്തെ വിഷമാക്കുന്ന റോട്ട്മിൻ ബി എന്ന വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ഡൈ കണ്ടെത്തി. ശർക്കരയിൽ അർബുദത്തിന് കാരണമാകുന്ന അമരാന്ത് എന്ന രാസവസ്തു, റോസ്ബെറി, ബീഫ് ചില്ലി, ഉണക്കിയ പ്ലം എന്നിവയിലും ഓറഞ്ച് 2 എന്ന വസ്തു, ചുവന്ന പരിപ്പ്, നാരങ്ങ അച്ചാർ എന്നിവയിലും സുഡാൻ 134 എന്നിവ നാടൻ മുളകുപൊടി എന്നിവയിലും കണ്ടെത്തി. വിവിധതരം മിക്ചർ, പ്ലം കേക്ക്, ഏത്തയ്ക്ക ഉപ്പേരി, മുളകുപൊടി, കാശ്മീരി മുളകുപൊടി, തയ്യാറാക്കിയ ചിക്കൻ, മന്തി, അൽഫാം വിഭവങ്ങൾ, ശർക്കര, മല്ലിപ്പൊടി, മുഴുവൻ മല്ലി എന്നിവയിലും രാസവസ്തുക്കളുടെ സാന്നിധ്യം ആവർത്തിച്ച് കണ്ടെത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഇനി നിരോധിക്കപ്പെട്ട വസ്തുക്കൾ ഉള്ളത്: പ്ലം കേക്ക്, സോർബേറ്റ്, പ്രിസർവേറ്റീവ് 790%, ചോക്കോനട്ട് കോക്ക്, സോർബേറ്റ് എന്ന വസ്തു 740%, സോനാമുന്ദ്രിയിൽ അസപ്റ്റാമിപ്രിഡ് കീടനാശിനിയാണ് 3500%, കോവക്കയിൽ അസാഫേറ്റ് കീടനാശിനി 3100%, പച്ചമുന്തിരിയിൽ ക്രോസോംസി മിഥൈൽ കീടനാശിനി 3200%, ജീരകത്തിൽ മെറ്റാലെക്സിൽ കീടനാശിനി 1500%, ടെബുക്കോനസോൾ എന്ന ഒരു കീടനാശിനി, മല്ലിപ്പൊടിയിൽ ക്ലോർപൊറിഫോസ് ഈഥൈൽ എന്നത്, മുളകുപൊടിയിൽ എത്തിയോൺ കീടനാശിനി 1240 ഘടകം, ഉണക്കമുളകിൽ ഡിഫാനോകനോസോൾ 900-ലധികം, കാശ്മീരി മുളകുപൊടിയിൽ ഡിഫാനോകനോസോൾ 2130-ലധികം, തുവരപ്പരിപ്പിൽ യൂറിക് ആസിഡ്